അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 15 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. തുടർന്ന് അതിൻ്റെ ഭാഷാഗാനം, തർജ്ജമ, തുടർന്ന് പ്രഭാഷണം. അഥാ ചതുർദശോധ്യായ. ശുകോത്പത്തി. സൂത ഉവാച. ദൃഷ്ട്വാ താമസിതാപാംഗിം വ്യാസശ്ചിന്താപരോഭവൽ. കിം കരോമി ന മേ യോഗ്യ ദേവകന്യേയമപ്സരാ. ഏവം ചിന്തയമാനം തു ദൃഷ്ട്വാ വ്യാസം തദാപ്സരാ. ഭയഭീതാ ഹി സംജാത ശാപം മാം വിസൃജേദയം. സാ കൃത്വാധ ശുകീരൂപം നിർഗതാ ഭയവിഹ്വലാ. കൃഷ്ണസ്തു വിസ്മയം പ്രാപ്തോ വിഹംഗീം താം വിലോകയൻ. കാമസ്തു ദേഹേ വ്യാസസ്യ ദർശനാദേവ സംഗത. മനോതി വിസ്മിതം ജാതം സർവഗാത്രേഷു വിസ്മിത. സതു ധൈര്യേണ മഹതാ നിഗൃഹൻ മാനസം മുനി. ന ശശാക നിയന്തും ച സവ്യാസ പ്രസൃതം മനാ. ബഹുശോ ഗൃഹ്യമാണം ച ഘൃതാച്യാ മോഹിതം മനാ. ഭാവിത്വാന്നൈവ വിധൃതം വ്യാസസ്യാമിത തേജസാ. മഥനം കുർവതസ്തസ്യ മുനേരഗ്നിചികീർഷയാ. അരണ്യാമേവ സഹസാ തസ്യ ശുക്ലമധാപതൽ. സോവിചിന്യ തഥാപാതം മമന്ധാരണിമേവ ച. തസ്മാച്ഛുകഃ സമുദ്ഭൂതോ വ്യാസാകൃതി മനോഹരാ. വിസ്മയം ജനയൻ ബാല സഞ്ജാതസ്തദരണ്യജ.
യഥാധ്വരേ സമിദ്ധോഗ്നിർഭാതി ഹവ്യേന ദീപ്തിമാൻ. വ്യാസസ്തു സുതമാലോക്യ വിസ്മയം പരമം ഗതാ കിമേദതിതി സഞ്ചിന്യ വരദാനാച്ഛിവസ്യ വൈ. തേജോരൂപീ ശുകോ ജാതോപ്യരണീഗർഭസംഭവ ദ്വിതീയോഗ്നിരിവാത്യർത്ഥം ദീപ്യമാനസ്വതേജസാ. വിലോകയാമാസ തദാ വ്യാസസ്തു മുദിതം സുതം ദിവ്യേന തേജസാ യുക്തം ഗാർഹപത്യമിവാപരം. ഗംഗാന്തസ്നാപയാമാസ സമാഗത്യ ഗിരേസ്തദാ പുഷ്പവൃഷ്ടിസ്തു ഘാജാതാ ശിശോരുപരി താപസാം. ജാതകർമാദികം ചക്രേ വ്യാസസ്തസ്യ മഹാത്മനാ ദേവദുന്ദുഭയോ നേതുർനൃതുശ്ചാപ്സരോ ഗണാ. ജഗുർഗന്ധർവപതയോ മുദിതാസ്തേ ദിദൃക്ഷവ വിശ്വാവസുർനാരദശ്ച തുംബുരു ശുക്രസംഭവേ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം അതിൽ പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 15 കൂടിയുള്ള 15 ശ്ലോകങ്ങളുടെ ഭാഷാഗാനമാണ്, തർജ്ജമയാണ് ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഹൃതാചിയെ കണ്ടു വ്യാസൻ ചിന്ത ചെയ്തു എന്തു ചെയ്യും. ദേവകന്യ ഇവൾ അനുരൂപയല്ലോ. ഇത്തരത്തിൽ ചിന്തിക്കുന്ന വ്യാസനെ കണ്ടതാമവൾ ഇദ്ദേഹം ശപിച്ചേക്കുമെന്നോർത്തു ഭയന്നു. പെൺതത്തയായി മാറിയവൾ പറന്നുപോയി ആ പക്ഷിയെ നോക്കി കണ്ട വ്യാസനപ്പോൾ വിസ്മിതനായി. ആ കാഴ്ചയിൽ വ്യാസനിലോ കാമൻ കടന്നുകൂടിനാൻ. മനക്ഷോഭം രോമാഞ്ചം എന്നിവയുണ്ടായി. മനസ്സിനെ അടക്കുവാൻ മുനിയേറെ ശ്രമിച്ചിട്ടും മനോനിയന്ത്രണത്തിനു കഴിഞ്ഞതില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഘൃതാചിയാൽ മോഹിതനായി മനോനിയന്ത്രണം വിട്ടു. അമിത തേജസ്വി മുനി അശക്തനായി. അഗ്നിക്കായി അരണിയെ കടയുന്ന മുനിയുടെ രേതസ്സപ്പോൾ അഗ്നിയിങ്കൽ നിപതിച്ചല്ലോ. അരണിയിൽ രേതസ്സു വീണതറിഞ്ഞിടാതെ മുനി അരണിയിൽ മഥനത്തെ തുടർന്നു വേഗം. അതിൽ നിന്നും വ്യാസനെ പോൽ രൂപസൗന്ദര്യമുള്ളത അനുപമ ശുകമുനി സംജാതനായി. അഗ്നി തന്നിൽ ഹവിസിനെ ഹോമിക്കുമ്പോളേതുവിധം അഗ്നി ശോഭിച്ചിടുന്ന പോൽ ആ നിമിഷത്തിൽ
അഗ്നിതുല്യ തേജസ്സോടെ വിസ്മയത്തെ ജനിപ്പിച്ചു. അരണിയിൽ നിന്നു ബാലൻ ഉയർന്നു വന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസനും പുത്രനെ കണ്ടു വിസ്മയിച്ചു ഇതെങ്ങിനെ. വാമദേവൻ തൻ്റെ കൃപ എന്നു മുറച്ചു. അരണിഗർഭജനം ശുഗൻ മറ്റൊരഗ്നിയെന്നപ്പോൾ അതീവ തേജസ്വിയായി ജ്വലിച്ചു നിന്നു. ഗാർഹപത്യാഗ്നിയെന്നപ്പോൾ ജ്വലിക്കുന്ന സ്വപുത്രനെ വ്യാസനും സന്തോഷത്തോടെ നോക്കിക്കണ്ടല്ലോ. ഗംഗയിൽ കുളിപ്പിച്ചല്ലോ വ്യാസനും തൻ്റെ പുത്രനെ. തിരിയേറും നേരം പുഷ്പവൃഷ്ടിയുണ്ടായി. വ്യാസൻ ജാതകർമ്മം ചെയ്തു ദേവദുന്ദുഭി മുഴങ്ങി. അപ്സര സ്ത്രീ ജനങ്ങളോ നർത്തനം ചെയ്തു. ഗന്ധർവമുഖ്യന്മാർ പാടി നാരദനും തുമ്പൂരുവും. വിശ്വാവസൂതാനും ശുകദർശനം തേടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ്ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നാം പ്രതിദിനം അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യം പാരായണവും പിന്നീട് അതിൻ്റെ തർജ്ജമ ഭാഷാഗാനമായും തുടർന്ന് അതേക്കുറിച്ചുള്ള ഒരു വിചാരം, ഒരു വിചിന്തനം, അത് പ്രഭാഷണ രൂപത്തിലും ഇങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായം ശുകോൽപ്പത്തിയാണ്. സൂതൻ ആ ശുകോൽപ്പത്തിയെക്കുറിച്ച് ശൗനകാദി ഋഷീശ്വരന്മാർക്ക് നൈമിഷാരണ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്നു. സൂതൻ പറയുകയാണ്, ദൃഷ്ടുവാ താം അസിതാപാംഗിം വ്യാസശ്ചിന്താപരോ ഭവൽ കിം കരോമി നമേ യോഗ്യ ദേവകന്യേയം അപ്സരാഹ. സുന്ദരിയായ ഘൃതാജിയെ കണ്ടപ്പോൾ വ്യാസൻ വല്ലാതെ ആലോചനാമുഗ്ധനായി മാറി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദേവകന്യകയായിരിക്കുന്ന ഈ അപ്സര സ്ത്രീ എനിക്ക് അനുരൂപയല്ല, ഇവൾ അത്രയും സുന്ദരിയാണ്. ഇങ്ങനെ ഏവം ചിന്തയമാനം തൂ ദൃഷ്ടുവാ വ്യാസം തദാപ്സര. ഈ വേദവ്യാസൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കണ്ട് അപ്സര സ്ത്രീ
ഭയഭീതാഹി സഞ്ജാത ശാപം മാ വിസൃജേദയം. ഇപ്പോൾ എന്നെ ശപിക്കൂലോ, ഞാൻ ഇല്ലാതെയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഭയം ബാധിച്ചവളായി മാറി ഘൃതാജി എന്ന ആ പെൺകുട്ടി. സാ കൃത്വാധ ശുകീരൂപം, എന്ത് ചെയ്തു? ഒരു ശുകിയുടെ, ഒരു പെൺതത്തയുടെ രൂപമെടുത്ത് നിർഗതാ ഭയവിഹ്വല, അവിടുന്ന് ഭയപ്പെട്ട് പറന്നുപോയി. കൃഷ്ണസ്തു വിസ്മയം പ്രാപ്തോ വിഹംഗ്യം താം വിലോകേൻ. ആ പെൺമക്ഷിയെ കണ്ടപ്പോൾ കൃഷ്ണദ്വൈപായന് വലിയ ആശ്ചര്യമുണ്ടായി, വിസ്മയം ഉണ്ടായി. കാമസ്തുദേഹേ വ്യാസസ്യ ദർശനാദേവ സംഗത മനോതി വിസ്മിതം ജാതം സർവഗാത്രേഷു വിസ്മിത. ഈ കാഴ്ച ഇങ്ങനെ കണ്ടപ്പോൾ വ്യാസന്റെ ശരീരത്തിൽ കാമൻ കടന്നുകൂടി. കാമദേവൻ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളുണ്ടായി. മനസ്സ് വല്ലാതെ ക്ഷോഭിച്ചു. സർവഗാത്രേഷു വിസ്മിത, ശരീരം മുഴുവൻ രോമാഞ്ചമുണ്ടായി ഈ വേദവ്യാസന്. സതു ധൈര്യേണ മഹതാ നിഗൃഹൻ മാനസം മുനി, വലിയ ധൈര്യത്തോടുകൂടി മനസ്സിനെ അടക്കാൻ ശ്രമിച്ചു മുനി. ആരെ? വേദവ്യാസൻ. പക്ഷേ പിടിവിട്ടുപോയി. ന ശശാക നിയന്തും ച സ വ്യാസ പ്രസൃതം മന. അങ്ങനെ മുനി മനസ്സിനെ അടക്കാൻ ശ്രമിച്ചു, പിടിവിട്ടുപോയി. അതിനെ അടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബഹുശോ ഗൃഹ്യമാണം ച ഘൃതാച്യാ മോഹിതം മന ഭാവിത്വാന്നൈവ വിധൃതം വ്യാസസ്യാമിത തേജസ. ഘൃതാജിയാൽ മോഹിക്കപ്പെട്ട, ആ ഉള്ളിൽ കാമമുണർന്ന, പല പ്രാവശ്യവും മനസ്സിനെ അടക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അമിത തേജസ്വിയാണ്, പക്ഷേ അതിന് അദ്ദേഹത്തിന് ശക്തി ഉണ്ടായില്ല. പിന്നെയോ മഥനം കുർവതസ്തസ്യ മുനേരഗ്നി ചികീർഷയാ, അഗ്നി ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടുകൂടി മഥനം കുർവത, മഥനം ആരംഭിച്ചു. ഈ സമയത്ത് അരണ്യാമേവ സഹസ തസ്യ ശുക്ലമഥാപതൽ, മുനിയുടെ രേതസ് ശുക്ലം വളരെ പെട്ടെന്ന് ആ അരണിയിൽ വന്ന് പതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സോ വിചിന്യ തഥാപാതം മമന്ധാരണിമേവ ച തസ്മാച്ഛുക സമദ്ഭൂതോ വ്യാസാകൃതി മനോഹര. അരണിയിൽ രേതസ് വീണത് മനസ്സിലാക്കാതെ വീണ്ടും അദ്ദേഹം കടഞ്ഞുകൊണ്ടേയിരുന്നു. അതിൽ നിന്നും വ്യാസന് തുല്യനായിരിക്കുന്ന, വ്യാസാകൃതി മനോഹര, അതിസുന്ദരനായിരിക്കുന്ന ഒരു ഉണ്ണി ശുകൻ ജനിച്ചു. വിസ്മയം ജനയൻ ബാല സംജാതസ്തദരണ്യജ യഥാധ്വരേ സമിദ്ധോഗ്നിർഭാതി ഹവ്യേന ദീപ്തിമാൻ. ഹവിസ് ഹോമിക്കുന്ന സമയത്ത് യാഗാഗ്നി ആളിക്കത്തും. അതേപോലെ ആ ബാലൻ, ആ ഉണ്ണി അവിടുന്ന് വ്യാസനെ പോലെ രൂപസൗന്ദര്യമുള്ള ശുകൻ ജനിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഉണ്ണി അരണിയിൽ നിന്ന് സഞ്ജാതനായി. എന്നിട്ടോ പറയാണ്, വ്യാസസ്തു സുതമാലോക്യ വിസ്മയം പരമംഗത. വേദവ്യാസൻ തൻ്റെ മകനെ കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു. കിമേതദിതി സഞ്ചിന്യ വരദാന ശിവസ്യ. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സാക്ഷാൽ ശിവന്റെ വരദാനമാണ് എന്ന് അദ്ദേഹം ഉറപ്പിക്കണു, അല്ലെങ്കിൽ മനസ്സിലാക്കി. എന്നിട്ടോ തേജോരൂപീ ശുകോ ജാതോ അപ്യരണീ ഗർഭസംഭവ ദ്വിതീയോഗ്നിരിവാത്യർത്ഥം ദീപ്യമാന സ്വതേജസ. അരണീഗർഭത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിലും ശുകൻ മറ്റൊരഗ്നിയെപ്പോലെയാണ് തൻ്റെ തേജസ് കൊണ്ട് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയത് എന്നാണ്. അങ്ങനെ തൻ്റെ തേജസ് കൊണ്ട് അത്യധികം ജ്വലിക്കുന്ന തേജസ്വരൂപി. വിലോകയാമാസ തദാ വ്യാസസ്തു മുദിതം സുതം ദിവ്യേന തേജസായുക്തം ഗാർഹപത്യമിവാപരം. പിന്നെ പറയുകയാണ്, ആ രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ച് ഇതെങ്ങനെ സംഭവിച്ചു? സാക്ഷാൽ മഹാദേവന്റെ വരദാനമാണെന്ന് മനസ്സിലായി. തേജോരൂപി ശുകോജാതോപ്യരണീഗർഭസംഭവേ.
അരണീഗർഭത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിലും ശുകൻ ജ്വലിക്കുന്നൊരു അഗ്നിയെപ്പോലെ തൻ്റെ തേജസ് കൊണ്ട് അത്യധികം തേജസ് ഉള്ള തേജോരൂപിയായി മാറി എന്ന് പറയുന്നു. തേജോരൂപീ ശുകോ ജാതോപ്യരണീഗർഭസംഭവ ദ്വിതീയോഗ്നിരിവാത്യർത്ഥം ദീപ്യമാന സ്വതേജസാം. അല്ലെ, അരണീഗർഭത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിലും ശുകൻ മറ്റൊരഗ്നിയെപ്പോലെ മിന്നി തിളങ്ങണ കണ്ടപ്പോൾ അവിടെ അത്രയും തേജസ്സുള്ളവനായിരുന്നു എന്ന് പറയുന്നു. വിലോകയാമാസ തഥാ വ്യാസസ്തു മുദിതം സുതം ദിവ്യേന തേജസായുക്തം ഗാർഹപത്യമിവാപരം. പിന്നീട് പറയുകയാണ്, ഇവിടെ പ്രസന്നനായ പുത്രനെ വ്യാസനും നല്ല പോലെ കണ്ടു. ഇപ്പൊ ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ അന്ത്യകാലം വരെ സംരക്ഷിക്കേണ്ടുന്ന അഗ്നിയാണ് ഗാർഹപത്യ അഗ്നി. അപ്പൊ ഇവിടെ അതാണ് പറഞ്ഞത്, ഗാർഹപത്യം ഇവാപരം. രണ്ടാമതൊരു ഗാർഹപത്യാഗ്നി പോലെ, ഗാർഹപത്യത്തിന്റെ അഗ്നി പോലെ കാണുന്നു. ഗംഗാന്തസ്നാപയാമാസ സമാഗത്യ ഗിരേസ്തദാ പുഷ്പവൃഷ്ടിസ്തു ഘാജാത ശിശോരുപരി താപസ. വ്യാസൻ ആ കുഞ്ഞിനെ, തനിക്കുണ്ടായ കുഞ്ഞിനെ ഗംഗയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. എന്നിട്ടോ അതിനുശേഷം പർവ്വതത്തിലേക്ക് കയറാൻ പുറപ്പെടുമ്പോൾ തങ്ങളുടെ ദേഹത്തേക്ക് പുഷ്പങ്ങൾ വന്നു വീഴുന്നു. ആകാശവീഥിയിൽ നിന്ന് അവിടെ പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നും പറയുന്നു. ജാതകർമാദികം ചക്രേ വ്യാസസ്തസ്യ മഹാത്മന ദേവദുന്ദുഭയോ നേതുർ നതൃതുശ്ചാപ്സരോഗണ. വേദവ്യാസ, ആ മഹാത്മാവിന് വേദവ്യാസൻ ജാതകർമാദികളൊക്കെ ചെയ്തു കൊടുത്തു. ജനിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ജാതകർമാദി കർമ്മങ്ങൾ എന്ന് പറയുക. ജാതകർമ്മം, ജനിച്ചാലുള്ള കർമ്മം. പിന്നെ ജഗുർ ഗന്ധർവപതയാം. ഇവിടെ വേദവ്യാസൻ ആ കുഞ്ഞിന് ജാതകർമാദികളൊക്കെ ചെയ്തു. ദേവന്മാരെ പെരുമ്പറ മുഴക്കി അപ്സര സ്ത്രീകള് നൃത്തം വെച്ചു. അങ്ങനെ ജഗുർ ഗന്ധർവപതയോ മുദിതാസ്തേ ദിദൃക്ഷവ വിശ്വാവസു നാരദശ്ച തുമ്പുരു ശുകസംഭവേ. ഗന്ധർവോഗ്യന്മാരൊക്കെ പാട്ടുപാടി. വിശ്വാവസു, നാരദൻ, തുമ്പുരു അവരൊക്കെ ശിശുവിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുകയും അവർ ആ കുഞ്ഞിനെ കാണണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ള ഈ 15-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 16-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ.
ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ.
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.